നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം. പക്ഷേ സംസാരിക്കുമ്പോൾ ആ കോൺഫിഡൻസ് കിട്ടുന്നില്ല അല്ലേ? ഹായ് ഗായ്സ്, എൻ്റെ പേര് നീതു ഫ്രാൻസിസ് ഫ്രം ഇംഗ്ലീഷ് പഠിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ജോയിൻ മൈ ക്ലാസ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ ഫംബിൾ ആവാറുണ്ട് അല്ലേ? നമുക്ക് മലയാളം സംസാരിക്കണ മാതിരി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണം. വി ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് കോൺഫിഡൻസ്. സോ എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് നല്ല കോൺഫിഡൻസോടെ സംസാരിക്കാൻ പറ്റുക? ഈ വീഡിയോ ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയല്ല കേട്ടോ. ഈ വീഡിയോ ഇംഗ്ലീഷ് മനസ്സിലാവും, കേട്ടാൽ മനസ്സിലാവും, എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യും ഇംഗ്ലീഷ്, പക്ഷെ സംസാരിക്കുമ്പോൾ സ്റ്റക്ക് ആവുന്നു. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ. വാട്ട്സ് എ കോസ് ഓഫ് ദിസ്? കുറേ പേര് പറയും നിങ്ങൾ കുറേ ഗ്രാമർ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ചിലർ പറയും നിങ്ങൾ കുറേ വീഡിയോസ് കാണുക, ടെഡ് ടോക്സ് വീഡിയോസ് കാണുക, അല്ലെങ്കിൽ വേറെ കുറേ പറയും ഡെയിലി ഒരു 5 വൊക്കാബുലറി പഠിക്കുക നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാൻ. ശരിക്കും ഇതൊരു സൊല്യൂഷനാണോ? ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷനാണോ? നമ്മൾ എവിടെയോ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക് സംവെയർ. നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് മിസ്റ്റേക്ക് ഡീപ്ലി. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ മലയാളത്തിൽ ആലോചിക്കും, എന്നിട്ട് നമ്മൾ മലയാളത്തിൽ സംസാരിക്കും. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ മലയാളത്തിൽ ആലോചിക്കും, എന്നിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കും. നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ തുടങ്ങും. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? സോ ദിസ് ഈസ് എ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. നമുക്ക് ഓരോ കാര്യങ്ങളറിയാം. ദിസ് ഈസ് എ ബുക്ക്, ദിസ് ഈസ് എ വാച്ച്, ദിസ് ഈസ് എ ക്യാമറ. ഇതൊക്കെ നമുക്കറിയാം. ദെൻ വൈ വി ആർ കൺവേർട്ടിങ്? നിങ്ങൾ കുറേ ഗ്രാമർ പഠിച്ചുകൊണ്ടോ, അഡ്ജക്റ്റീവ് പഠിച്ചുകൊണ്ടോ, നൗൺ എന്താണെന്ന് പഠിച്ചുകൊണ്ടോ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവില്ല. നിങ്ങൾ ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ യു ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇത് നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, വെർബാണോ എന്ന് ഓർത്ത് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. സോ നമ്മൾ മലയാളം എങ്ങനെയാണ് പഠിച്ചത്? ബാക്കിയുള്ളതൊപ്പം ഇൻട്രാക്ട് ചെയ്തിട്ട്. ദ സെയിം തിങ് യു ഷുഡ് അപ്ലൈ ഓവർ ഹിയർ. നിങ്ങൾ ഒബ്സർവ് ചെയ്യണം ബാക്കിയുള്ളവർ പറയണത്. ഇപ്പോൾ നിങ്ങളൊരു നന്നായി ഇംഗ്ലീഷ് സംസാരിക്കണ ഒരാൾ പറയണത് ഒബ്സർവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ആക്ടർ പറയണത് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. അതുമാതിരി കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതുമാതിരി സംസാരിക്കാൻ നോക്കണം. ദാറ്റ് ഈസ് കോൾഡ് ഷാഡോയിങ്. നിങ്ങൾ ഗോവയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അവിടെ മാല വയ്ക്കണമൊക്കെ ചേച്ചിമാർ, അവർ ഓരോ ടൂറിസ്റ്റ് വരുമ്പം അവർ ഇംഗ്ലീഷ് പറയണ കേട്ടിട്ട് അവർ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അതുമാതിരി അവർ കോപ്പി ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങും. അവരൊന്നും ഗ്രാമർ പഠിച്ചിട്ടോ, നൗൺ പഠിച്ചിട്ടോ, അഡ്ജക്റ്റീവ് പഠിച്ചിട്ടോ ഒന്നുമല്ല അവർ ഇംഗ്ലീഷ് പറയുന്നത്. സോ ഇഫ് യു സ്പീക്ക് ഇംഗ്ലീഷ് ടു യുവർ സെൽഫ് ഓൾ ഡേ യു വിൽ സ്റ്റാർട്ട് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ്. അതായത് നിങ്ങൾ കാലത്ത് തൊട്ട് രാത്രി വരെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഇംഗ്ലീഷാണ് വരത്തുള്ളൂ. അതായത് ഞാൻ പറഞ്ഞു എന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കാലത്ത് ബെഡിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങണം. ഓ നൗ ഐ എം ഗോയിങ് ടു ബ്രഷ് മൈ ടീത്ത്. കാലത്ത് എഴുന്നേറ്റ ഉടനെ തന്നെ പറയണം. ഐ ഫീൽ സോ ഹാപ്പി ടുഡേ, ഐ എം ഗോയിങ് ടു ടേക്ക് എ ഷവർ. നിങ്ങൾ ഇന്ന സോപ്പ് വെച്ചാണ് എപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം സിന്തോൾ സോപ്പ്, ഐ ഹാവ് ബീൻ യൂസിങ് ദ സിന്തോൾ സോപ്പ് ഫോർ ദ പാസ്റ്റ് 2 years. അങ്ങനെയൊക്കെ പറയാം നിങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഇംഗ്ലീഷിലാണ്. ഇത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടും ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറയണതാണ്. എന്നാൽ മാത്രമാണ് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരത്തുള്ളൂ. നിങ്ങൾക്കിപ്പം മലയാളം സംസാരിക്കണമെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഡോണ്ട് സ്പീക്ക് കംപ്ലീറ്റ്ലി ഇൻ മലയാളം. 80% മലയാളം സംസാരിക്കുക, 20% ഇംഗ്ലീഷ് സംസാരിക്കുക. അവരെന്ത് വിചാരിക്കുമെന്ന് ഓർക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് സംസാരിക്കുക. സോ ഇത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. സോ ഫ്രണ്ട്സ്, തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇത് നിങ്ങളുടെ കയ്യിലായിരിക്കണം. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് ഇത് നിങ്ങളുടെ കയ്യിലായിരിക്കണം. നിങ്ങൾ ഡെയിലി മാനിഫെസ്റ്റ് ചെയ്യണം, എനിക്ക് നന്നായി ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വിഷൻ ബോർഡിലോ നിങ്ങളൊരു പേപ്പറിലോ ഒരു ബുക്കിൽ എഴുതി വെക്കണം. ആൻഡ് സ്റ്റാർട്ട് പ്രാക്ടീസിങ് എവ്രി വൺ. നിങ്ങൾ സിമ്പിൾ വേർഡ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. എന്ത് വിചാരിക്കും ബാക്കി ആൾക്കാരൊന്നും ആലോചിക്കേ വേണ്ട. ആ കുറേ പേര് നമ്മൾ ഇംഗ്ലീഷ് പറയണ കേട്ട് കളിയാക്കും. അത് കുഴപ്പമില്ല, ലെറ്റ് ദം ഡു. നമ്മളൊരു ഫോറിനറിനോട് സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യത്തില്ല, അവർ നമ്മളെ ഒരിക്കലും കളിയാക്കത്തില്ല. നമുക്ക് ഗ്രാമാറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടോ, നമുക്ക് ഫ്ലുവൻസിയുടെ കുറവുണ്ടോ, നമുക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ,
അവർക്ക് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും പ്രോപ്പർ ആയാൽ മതി. അവർ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവണം, നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവണം. അവർ അത്രമാത്രം നോക്കത്തുള്ളൂ. സോ കീപ് പ്രാക്ടീസിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങളുടെ മൈൻഡിൽ എന്ത് വരുന്നു അത് നിങ്ങൾ സംസാരിക്കുക. ഗ്രാമാറ്റിക്കൽ ഇഷ്യൂസ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ആൻഡ് ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. ഇൻഡിവിജ്വൽ ക്ലാസ്സും ഉണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സും ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എവ്രി വൺ.